പഞ്ചായത്ത് മെമ്പർ ലാലി ബാബു ചേരുന്നു. ശ്രീ ലാലി ബാബു, ഈ വലിയ വീഴ്ച അവിടെ സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആരുടെ ഭാഗത്ത് നിന്നാണ് ഇത്ര വലിയ ശ്രദ്ധക്കുറവ് സംഭവിച്ചത് എന്നേ അറിയേണ്ടതുള്ളൂ. അവിടെ ഉണ്ടോ ആ സ്ഥലത്ത്? ഉണ്ട്. പറഞ്ഞോളൂ, ഇത് ആരുടെ ഭാഗത്താണ് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത്? ഇങ്ങനെ അപകടകരമായ സാഹചര്യത്തിൽ ഒരു ലൈൻ കമ്പി പോകുന്നു, കുട്ടികൾക്ക് അവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ ഇതുവരെ? ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് പറഞ്ഞ പണ്ട് തൊട്ടേ ഉള്ള ലൈനായിരുന്നു. ആ ലൈനിന്റെ കീഴിൽ ഷെഡ് അടിച്ചത് ഞങ്ങളാരും അറിഞ്ഞില്ല. അല്ലാതെ ഷെഡ് അടിച്ചതിന് ശേഷമുള്ള ഇതാണ്. സ്കൂളിന്റെ അകത്തു നിന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ ചെരുപ്പ് ഒരു തടി കൊണ്ട് അടിച്ചേക്കുന്ന ഗ്രില്ലായിരുന്നു. അതിന്റെ ഇടയ്ക്കൂടെ മേൽഭാഗം തുറസായി കിടന്നയാ. ആ തുറസായി കിടക്കുമ്പോൾ അകത്ത് വീഴാൻ ഒക്കാത്തതുകൊണ്ട് അത് വെളിയിലേക്ക് വീണു. വീണപ്പോൾ ആ ഷീറ്റിന്റെ മേളിൽ വീണു. ഷീറ്റിന്റെ മേലിലോട്ട് വീണപ്പോഴത്തേന് അവൻ ഷീറ്റേ കയറാനായിട്ട് സ്കൂളിന് അകത്തൂടെ കയറി ഒരു പടി വെച്ചിട്ട് മേളിൽ കയറിയപ്പോഴത്തേന് ഷീറ്റിന്റെ മേളിൽ ഇറങ്ങിയപ്പോഴത്തേന് കാല് കഴുതി നമ്മൾ ലൈനെ കയറി പിടിച്ചു. ആ ലൈനെ കയറി പിടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പറ്റിയത്. അതുകൊണ്ട് ഈ പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 11 അംഗ ജനകീയ കമ്മിറ്റിയാണല്ലോ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ്. അപ്പോൾ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഈ മാനേജ്മെന്റ് ഇടപെട്ടിട്ടാകുമല്ലോ ആ നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളടക്കം അംഗങ്ങളായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുമോ ഇങ്ങനെ അപകടകരമായ രീതിയിൽ? ജനപ്രതി അറിയാതെ നടത്തിയ സംഭവമാണിത്. ഇത് ജനപ്രതികൾ അറിഞ്ഞില്ല. ഇവിടെ ഷീറ്റ് ഇട്ട കാര്യം ഞങ്ങളാരും അറിഞ്ഞല്ല. ആരാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്? അപ്പോ അത് മാനേജ്മെന്റ് ആണല്ലോ. മാനേജ്മെന്റ് സ്കൂളല്ലേ. അപ്പൊ മാനേജ്മെന്റിന്റെ സ്കൂളിന്റെ അണ്ടറിലല്ലേ നടപ്പുള്ളൂ. ഞങ്ങൾ ജനപ്രതികൾ വരുന്നു, കമ്മിറ്റി ചെയ്യുന്നു, പോവുകയില്ലേ. ഈ 11 അംഗ ജനകീയ കമ്മിറ്റിയാണല്ലോ മാനേജ്മെന്റ്. അപ്പോ ഈ പഞ്ചായത്തിനെ അറിയിച്ചില്ലേ ഇവര്? ഇല്ലില്ല. ഈ പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആളുകളല്ലേ ഈ കമ്മിറ്റിയിലുള്ളത്, ഈ സ്കൂളിന്റെ മാനേജ്മെന്റിലുള്ളത്? ആണ് സാർ. അതിപ്പം ഗവൺമെന്റ് സ്കൂളല്ലല്ലോ സാർ, മാനേജ്മെന്റ് സ്കൂളല്ലേ. മനസ്സിലായി ശ്രീമതി ലാലി ബാബു, അത് മനസ്സിലായി. അപ്പോഴും മാനേജ്മെന്റ് എന്ന് പറയുന്നത് പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളല്ലേ, അവർ ഈ കാര്യം അറിയിച്ചില്ലേ എന്നുള്ളതാണ് സംശയം. അതോ അവരുടെ ഇഷ്ടപ്രകാരം അങ്ങ് നടത്തുകയായിരുന്നോ ഈ നിർമ്മാണ പ്രവർത്തനം? അതങ്ങനെ സാർ, ഇപ്പൊ അപകടം വരുമ്പോഴല്ലേ സംഭവം അറിയുന്നത് നമ്മള്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപകടം നടക്കുമ്പോഴല്ലേ സംഭവം അറിയുന്നത്. ആ കുഞ്ഞ് ഇങ്ങനെ പോകുമെന്ന് അറിഞ്ഞില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴിയിൽ വന്ന് എന്റെ മേലിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ ചെരുപ്പ് എടുക്കാൻ കയറിയതാ. അപ്പം ഷോക്കേറ്റു. മനസ്സിലായി. ഇത് ഏതൊരു കുട്ടിക്കും അവിടെ സംഭവിക്കാൻ പറ്റുന്ന നിലയിൽ അങ്ങനെ ഒരു അപകട സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം തന്നെ അവർ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. മാനേജ്മെന്റ് ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തുമ്പോൾ, അതും സ്കൂളിൽ നിർമ്മാണം നടത്തുമ്പോൾ, അങ്ങനെ സ്വന്തം നിലയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. നന്ദി ശ്രീമതി ലാലി ബാബു പ്രതികരിച്ചതിന്.